ശാന്തി. കുടുംബജീവിതത്തിൽ സ്നേഹിയും നിർമോഹിയുമായിരിക്കുക. ഈ ജീവിത രഹസ്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് സദാ സന്തോഷത്തിലിരിക്കാൻ കഴിയുക. ലവ്ഫുള്ളായിരിക്കുക, പക്ഷേ അറ്റാച്ച്മെൻറ്റിൽ വരാതിരിക്കുക. ഇത് വലിയൊരു ആർട്ടാണ്, കലയാണ്. ജീവിതം ജീവിക്കാനുള്ള കലയാണ്. നമ്മൾ ആരുടെ കൂടെ ജീവിക്കുന്നു? സർവരോടൊപ്പം സ്നേഹിയായിരിക്കണം. പക്ഷേ ആരോടൊപ്പം എല്ലാം കാര്യവ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും സ്നേഹം ബന്ധനമാകരുത്, കെട്ടാകരുത്. അങ്ങനെയെങ്കിൽ അത് മോഹമായിപ്പോ. അപ്പോൾ സ്നേഹിയായിരിക്കണം, പക്ഷെ നിർമോഹിയായിരിക്കണം. അതായത് വേറിട്ടിരിക്കാൻ, ഡിറ്റാച്ച്മെൻറ്റ്, ലവ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. ഇത് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ കലയിൽ പ്രാവീണ്യം നേടുന്നത് പോലെ ജീവിതം ജീവിക്കാൻ ഈ കല നമുക്ക് കൂടിയേ മതിയാകൂ. കാരണം ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരുമിച്ച് ജീവിക്കുമ്പോൾ, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്ന് പറയും. അപ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇമ്പം പകരണം, സന്തോഷം കൊടുക്കണം. അപ്പോൾ സ്വയം സന്തോഷത്തിലിരിക്കുകയും സന്തോഷം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൻ്റെ സാരം. അപ്പം അങ്ങനെ നമുക്ക് സ്വയം സന്തോഷത്തിലിരിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയും ചെയ്യണമെങ്കിൽ സർവരുടെയും സ്നേഹിയും എന്നാൽ സർവരിൽ നിന്നും നിർമോഹിയായിരിക്കുക എന്ന ജീവിത നിയമം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഈ രഹസ്യം, ഈ കല, ഇതിൽ നമുക്ക് പ്രാവീണ്യം നേടേണ്ടത് ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ആരോട് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് സ്നേഹം കൊടുക്കുന്നോ, മിക്കവാറും അവരുമായി മോഹത്തിൻ്റെ ചങ്ങലയിൽ കുടുങ്ങിപ്പോകാറുണ്ട്. ബന്ധങ്ങൾ അപ്പോഴാണ് ബന്ധനമാകുന്നത്. നമുക്കത് തിരിച്ചറിയാനും കഴിയും. ഞാൻ കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നത് സ്നേഹമാണോ മോഹമാണോ? കാരണം സ്നേഹമാണെങ്കിൽ അത് സുഖദായിയായിരിക്കും, രണ്ടുപേർക്കും സുഖം നൽകും. അവിടെ ബന്ധങ്ങൾ നിലനിർത്തും, നിറവേറ്റും. പക്ഷെ ബന്ധനം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന സ്നേഹം മോഹമാണെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടുപേർക്കും ദുഃഖം നൽകും, രണ്ടുപേരെയും ബന്ധിക്കുകയും ചെയ്യും. അവിടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വളരെയധികം ഉണ്ടാകും, കണ്ടീഷൻസും ഉണ്ടാവും. വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നായിരിക്കും നമ്മൾ സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ മാതാപിതാക്കളാണെങ്കിൽ പോലും നമ്മുടെ മക്കളെ വളർത്തി അവരെ പരിപാലിച്ചു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, ആയുഷ്കാലം മുഴുവൻ ഒരു തപസ്യ പോലെ അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവസാനം അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷ പോലെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖമുണ്ടാവും, വേദനകളുണ്ടാവും. നമ്മൾ പറയില്ലേ, ഇത്രയും ചെയ്തു എന്നിട്ടും എനിക്കിതാണല്ലോ കിട്ടിയത്. പക്ഷെ ജീവിതത്തിൻ്റെ നിയമം അല്ലെങ്കിൽ കർമ്മങ്ങളുടെ സിദ്ധാന്തവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആർക്ക് കൊടുത്തോ അവർ തന്നെ തരണമെന്നില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തു ആജീവനാന്തം. പക്ഷേ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അയൽവീട്ടിലുള്ളവരിൽ നിന്നായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ പുറത്ത് മറ്റാരിൽ നിന്നെങ്കിലും ആയിരിക്കും നമുക്ക് ലഭിക്കുക സ്നേഹം. പക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും. എൻ്റെ മകനല്ലേ മകൾക്ക് ഞാൻ കൊടുത്തു, അതുകൊണ്ട് അവർ തന്നെ തിരിച്ചു തരണം, ഇതിന് 100% ഗ്യാരണ്ടിയില്ല. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടീഡാണ്, നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പം നമ്മൾ സ്നേഹം കൊടുക്കുക, കടമകൾ ചെയ്യുക, കർത്തവ്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടേണ്ടടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ജീവിതത്തിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമുക്ക് സ്വയം സന്തോഷത്തിലിരിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കൊടുത്തതിനെ പ്രതി തന്നെ ഓർമ്മിച്ച് നമുക്ക് ദുഃഖിക്കേണ്ടി വരും. സ്നേഹം കൊടുത്തു, പക്ഷെ അവർ നമുക്ക് തിരിച്ചു തന്നില്ല. അതുണ്ടാക്കുന്ന മനോവേദന ജീവിതകാലം മുഴുവൻ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ അഗ്നിയിൽ കത്തിച്ച് കളയും. അവിടെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം വളരെ ദൂരെയായി പോകും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നമുക്ക് സംഘർഷങ്ങളും കൂടുതലായിരിക്കും, മാനസിക സംഘർഷങ്ങളും കൂടും. ബാക്കി ജീവിത ബന്ധങ്ങൾക്കിടയിലും സംഘർഷങ്ങളുണ്ടാവും. അപ്പോഴാണ് ഇന്ന് വളരെയധികം കുടുംബ കോടതികളും കേസുകളും കൂടിക്കൊണ്ടിരിക്കണം. നമുക്ക് കുടുംബത്തിലെ സംഘർഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വക്കീലും ഗുമസ്തനും ജഡ്ജിയും എല്ലാം വേണ്ടി വരുന്നു. പക്ഷേ ആര് തൻ്റെ മനസാക്ഷി കോടതിയിൽ ശരിയായ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നു, ശരിയായ നിർണയം ചെയ്യുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നു, സ്നേഹം മോഹമാകാതിരിക്കാൻ, അല്ലെങ്കിൽ സ്നേഹിക്കൊപ്പം തന്നെ നിർമോഹിയായിരിക്കുക എന്നുള്ള കലയിൽ നമുക്ക് പ്രാവീണ്യം നേടാൻ കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഈ രഹസ്യം മനസ്സിലാക്കി ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ സംഘർഷങ്ങൾ തീർക്കാൻ ഒരിക്കലും കോടതിയിൽ പോകേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ മനസാക്ഷി കോടതിയിൽ തന്നെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയും.
അവരവരുടെ ജീവിത സംഘർഷങ്ങൾക്ക് നമുക്ക് മൂന്നാമതൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടി വരില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. നമുക്ക് തന്നെ നമ്മുടെ സംഘർഷങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താനും അവയെ പരിഹരിക്കാനും നമ്മൾ സ്വയം പ്രാപ്തരായിട്ട് മാറും. അവിടെയാണ് ജ്ഞാനം, ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വെളിച്ചം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അവിടെയാണ് നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആകേണ്ടത്, സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ വരുന്ന സമസ്യകൾക്കുള്ള സമാധാനം കണ്ടെത്താൻ നമ്മൾ പ്രാപ്തരാക്കുക. അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനം നമ്മളെ വിവേകശാലിയാക്കി സ്വയം പര്യാപ്തരാക്കി തീർക്കുന്നത്. ഓം ശാന്തി.